കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം പൂർണ്ണമായും നിലച്ചതോടെ നെട്ടോട്ടമോടി സാധാരണക്കാർ. മാരക രോഗങ്ങൾക്കായുള്ള മരുന്ന് പോലും ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്നില്ല. വിതരണ കമ്പനിയുമായി ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ചർച്ച പരാജയമായെങ്കിലും പരിഹാര നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് ഇതുവരെയും കടന്നിട്ടില്ല. മരുന്ന് വിതരണം നിലച്ചിട്ട് 13 ദിവസം പിന്നിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ഈ ഒരു വിഷയത്തിൽ ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ലാതെ രോഗികൾക്ക് കൃത്യമായൊരു സംരക്ഷണം ഉണ്ടാകുന്നില്ല, നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യത്തിലാണ് സാധാരണക്കാരുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ പ്രധാനമായും തീരദേശ മേഖലയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജും ബീച്ച് ആശുപത്രിയും. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട് ഇന്നേക്ക് 13 ദിവസം പിന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ തലത്തിലൊക്കെ തന്നെ, അതായത് പ്രതികരണങ്ങൾ തേടുമ്പോൾ മാത്രം ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുമെന്നതാണ് പറയുന്നത്. എന്നാൽ പിന്നീട് നടക്കുന്ന ചർച്ചയിൽ ഒന്നും തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 80 കോടിയിലധികം രൂപ, 90 കോടിയോട് അടുത്താണ് ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക് കുടിശ്ശിക നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ കുടിശ്ശിക ഒത്തുതീർപ്പാക്കാതെ ഈ ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നടത്തില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് മരുന്ന് വിതരണ കമ്പനികൾ എത്തി നിൽക്കുന്നത്. ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ്. നമുക്കറിയാം, വിവിധ ജില്ലകളിൽ നിന്ന് വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചെത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെയും ഇപ്പോൾ പുറമേ നിന്ന് വലിയ രീതിയിൽ തുക കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. ഇതിനൊക്കെ തന്നെയും ശാശ്വതമായ പരിഹാരം കാണണമെന്ന ഒരു കാര്യം തന്നെയാണ് ഈ സർക്കാർ സംവിധാനത്തോട് ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വിഷ്ണു, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണത്തിൽ ഈ പ്രശ്നത്തിന് ഉടനടി ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നടന്ന ചർച്ചയിൽ ഒന്നും തന്നെ തീരുമാനമാവാതെ ആ ചർച്ചകളൊക്കെ പിരിയുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. സാധാരണക്കാരായ നിരവധി ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നു. മരുന്ന് വാങ്ങുവാൻ കഴിയാതെ അവർ പുറത്തുള്ള സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ടി വരുന്നു. വലിയ തുക മുടക്കിയാണ് ഇവർ ആ ആശുപത്രികളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ ഫാർമസികളിൽ നിന്നൊക്കെ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഉടനടി തന്നെ ഈ സ്റ്റെന്റ് വിതരണം ഉൾപ്പെടെയുള്ള ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ സ്റ്റെന്റ് വിതരണം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഉടനടി നിർത്തലാക്കും എന്ന് തന്നെയാണ് മറ്റൊരു വിതരണക്കാരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ പോവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ താളം തെറ്റുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സാധാരണക്കാരായ തീരദേശവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഇടം തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. സമാനമായ രീതിയിലാണ് ബീച്ച് ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാത്ത് ലാബ് അടഞ്ഞു കിടന്നിട്ട് 10 മാസം കഴിഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചോദിച്ചിട്ടും അടിയന്തരമായി കാത്ത് ലാബ് തുറക്കുവാനുള്ള ഒരു സംവിധാനവും ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഏറെ വേദനാജനകമായ കാര്യം. വലിയ രോഗം ബാധിച്ച് ഇവിടെ എത്തുന്ന ആളുകൾ വരെ പുറമേ നിന്ന് മരുന്ന് വാങ്ങി ആശുപത്രിയിലേക്ക് എത്തേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത്. വിഷ്ണു, ദിസ്ന, ഒരുപക്ഷെ ഇത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് പരിഹാര മാർഗങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്നൊരു ചോദ്യം. നമുക്കറിയാം, നേരത്തെ പല താൽക്കാലിക നടപടികൾ കൊണ്ടുവന്നെങ്കിൽ പോലും അതിലൊന്നും കൃത്യമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ആരോഗ്യവകുപ്പിൻ്റെ നേരത്തെയുള്ള ഇടപെടൽ പോലും കൃത്യമായൊരു കാര്യക്ഷമത ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ എടുത്ത് പറയേണ്ടത്. ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിൽ താൽക്കാലികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ താൽക്കാലിക സംവിധാനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ എടുത്തു പറയേണ്ടത്. ശാശ്വതമായൊരു പരിഹാരം തന്നെ വേണമെന്നിരിക്കെ എന്തുകൊണ്ട് സർക്കാർ അതിലേക്ക് കടക്കുന്നില്ല എന്നതാണ് ഒരു ചോദ്യം. തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ മരുന്ന് വിതരണ കമ്പനികൾ ഒരുപാട് തവണ ബന്ധപ്പെട്ട അധികാരികൾക്കടക്കം ഇമെയിൽ അടക്കം ചെയ്ത ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലിനുൾപ്പെടെ നിരവധി തവണ ഇവരുടെ പ്രശ്നം പറഞ്ഞ ഇത്തരത്തിൽ പരാതികൾ അയച്ചിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, മരുന്ന് വിതരണക്കാരെ സംബന്ധിച്ച് ഇവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് അവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഈ
കുടിശ്ശികകൾ പെരുകുന്നു. ഏകദേശം 90 കോടി രൂപയോടടുത്ത് കുടിശ്ശിക നൽകുവാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളമാണ് അതിന്റെ വ്യാപ്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ താൽക്കാലികമായ ഒരു പ്രശ്ന പരിഹാരത്തിന് മാത്രമാണ് ആരോഗ്യ വിഭാഗവും അതുൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളും ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ്. അല്ലാതെ ഈ പ്രശ്നത്തിന് മുഴുവനായും പരിഹാരം കാണാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഇതേപോലെ സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു മരുന്ന് വിതരണക്കാർ അവർ നൽകുന്ന മരുന്നുകൾ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തും താൽക്കാലികമായി കുറച്ചു കുടിശ്ശിക ഇവർക്ക് നൽകുകയും ഇവരുടെ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം കാണുന്ന സ്ഥിതി വിശേഷവുമാണ് ഉണ്ടായത്. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പൂർണ്ണമായും ഈ കുടിശ്ശിക നൽകി തീർക്കുക എന്ന് തന്നെയാണ്. നമുക്കറിയാം അവരുടെ ഇടയിൽ അതായത് ഒരുപാട് ജീവനക്കാരുണ്ട്, അവരെ ആശ്രയിച്ചു കഴിയുന്നവർ. അപ്പോൾ അത്തരത്തിൽ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് വിതരണക്കാർ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആരോഗ്യമന്ത്രിയോടക്കം ഇതിനെ സംബന്ധിച്ച് പ്രതികരണം തേടിയപ്പോൾ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തും എന്നൊരു വാക്കു തന്നെയാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. നമുക്ക് കോഴിക്കോടിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ കോഴിക്കോടിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്കറിയാം നിരവധി തവണ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിലൊക്കെ കൃത്യമായ പരിഹാരം വേണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണുള്ളത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.